ടെക് ലോകത്തെ അമേരിക്കൻ കുത്തക തകർക്കാൻ വെറും മണിക്കൂറുകൾ മതിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഡീപ്സീക്ക് എന്ന നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ AI വിപ്ലവം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളെ മാത്രമല്ല അമേരിക്കൻ ടെക് ഭീമന്മാരെയെല്ലാം വിറപ്പിച്ചാണ് ഡീപ്സീക്കിൻ്റെ വരവ്. ഒരു കൊച്ചു ചൈനീസ് സ്റ്റാർട്ടപ്പ് ആഗോള മാർക്കറ്റിലും ഓഹരി വിപണിയിലും ഉണ്ടാക്കിയ കുലുക്കം ഇനിയും അടങ്ങിയിട്ടില്ല. ആലിബാബ കൂടി ഏറ്റവും പുതിയ ചാറ്റ്ബോട്ടുമായി രംഗത്തെത്തുമ്പോൾ ഈ യുദ്ധത്തിൽ ചൈന പിടിമുറുക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനിടെ ഗുരുതരമായ ആരോപണമുയർത്തി ഡീപ്സീക്ക് ഉണ്ടാക്കിയ ഷോക്കിൽ നിന്ന് കരകയറാനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ കരുത്തരായ ഓപ്പൺ AIയുടെ ശ്രമം. അതുവഴി ചൈനീസ് കമ്പനിയെ മറിച്ചിടാമെന്നുമാണ് അവർ കണക്കുകൂട്ടുന്നത്. തങ്ങളുടെ തന്നെ ഡാറ്റ ചോർത്തിയാണ് ഡീപ്സീക്ക് അവരുടെ AI ചാറ്റ്ബോട്ട് വികസിപ്പിച്ചതെന്നാണ് ആരോപണം. നിരന്തരമായി തങ്ങളുടെ വിവരങ്ങളും സാങ്കേതിക വിദ്യയും ചോർത്തിയെന്നും ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നുമാണ് ChatGPT നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക മാധ്യമങ്ങളായ ഫിനാൻഷ്യൽ ടൈംസിനോടും ബ്ലൂംബർഗിനോടുമാണ് ഓപ്പൺ AI വൃത്തങ്ങൾ ഇത്തരമൊരു വാദമുയർത്തിയത്. ടെക് രംഗത്ത് പ്രചാരത്തിലുള്ള ഡിസ്റ്റിലേഷൻ വഴി ChatGPT മോഡലുകളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കൂടുതൽ മികവുറ്റ ചാറ്റ്ബോട്ട് വികസിപ്പിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. വ്യാപകമായ തോതിൽ ചൈനീസ് കമ്പനികൾ ഇത്തരത്തിൽ ചോർത്തൽ നടത്തിയിട്ടുണ്ടെന്നും ഇക്കൂട്ടത്തിൽ ഡീപ്സീക്കുമുണ്ടെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. ഓപ്പൺ AIയിൽ അടുത്തിടെ $13 ബില്യൺ നിക്ഷേപമിറക്കിയ മൈക്രോസോഫ്റ്റിലെ ഗവേഷക വിഭാഗം ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ ആരംഭിച്ചതായാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡിസ്റ്റിലേഷൻ ടെക് രംഗത്ത് പതിവുള്ളതാണ്. എന്നാൽ തങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സ്വന്തമായൊരു മോഡൽ സ്വന്തം താല്പര്യത്തിനു വേണ്ടി നിർമ്മിക്കുന്നതാണ് പ്രശ്നമെന്നാണ് ഓപ്പൺ AI വൃത്തം ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞത്. ഓപ്പൺ AI സങ്കേതങ്ങൾ ഉപയോഗിച്ച് ChatGPTയെ വെല്ലുന്നൊരു മോഡൽ പുറത്തിറക്കിയതാണ് തങ്ങളെ ചൊടിപ്പിച്ചതെന്ന തരത്തിലാണ് കമ്പനി വൃത്തങ്ങളുടെ പ്രതികരണം. ഓപ്പൺ AIയോട് മത്സരിക്കുന്ന മോഡലുകൾ വികസിപ്പിക്കാനായി തങ്ങളുടെ സർവീസുകൾ പകർത്തിയെടുക്കുകയോ ഇവയുടെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് കമ്പനിയുടെ നയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതാണിപ്പോൾ ഡീപ്സീക്കിനെതിരെ ആയുധമായി ഉയർത്തുന്നത്. ഡീപ്സീക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ചില അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം നിരവധി തവണ ഓപ്പൺ AIയുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഉപയോഗിച്ചതായി കണ്ടെത്തിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ദുരൂഹ നീക്കങ്ങളെ തുടർന്ന് ഈ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യുകയായിരുന്നത്രേ. എന്നാൽ ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ കമ്പനി വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. ഇമെയിൽ വഴിയുള്ള ചോദ്യങ്ങളോടും കമ്പനിയും മൈക്രോസോഫ്റ്റും പ്രതികരിച്ചില്ല. ഡീപ്സീക്കും പുതിയ ആരോപണങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ ഓപ്പൺ AIക്കെതിരെ ഉയർന്ന പകർപ്പവകാശ ലംഘന കേസുകളും മറുവശത്ത് ചർച്ചയാകുന്നുണ്ട്. ന്യൂയോർക്ക് ടൈംസ്, ഫൈനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും വാൾ സ്ട്രീറ്റ് ജേണൽ ഉടമകളായ ന്യൂസ് കോപ്പ്, വോക്സ് മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമ കമ്പനികളും നിരവധി എഴുത്തുകാരും കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിച്ചിരുന്നു. അനുമതി കൂടാതെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഉപയോഗിച്ചെന്നാണ് കേസുള്ളത്. ജനുവരി ആദ്യത്തിലാണ് R1 എന്ന പേരിൽ ഒരു ഓപ്പൺ സോഴ്സ് AI മോഡലുമായി ഡീപ്സീക്ക് ടെക് ലോകത്ത് കോളിളക്കമുണ്ടാക്കിയത്. ആഗോള നിക്ഷേപകരെയും സിലിക്കൺ വാലിയെ ഒന്നാകെയും ഞെട്ടിപ്പിച്ചതായിരുന്നു ആ നീക്കം. മറ്റ് AI മോഡലുകളുടെ പകുതി പോലും മുതൽ മുടക്കില്ലാതെയാണ് അത്യാധുനികമായ ചാറ്റ്ബോട്ട് പുറത്തിറക്കിയത്. ആപ്ലിക്കേഷൻ പുറത്തിറങ്ങി 2 ദിവസം കൊണ്ട് മുൻനിര അമേരിക്കൻ കമ്പനികളുടെ എല്ലാം ഓഹരികളിൽ വൻ ഇടിവുണ്ടായി. ഏറ്റവും വലിയ ആഘാതമേറ്റത് ചിപ്പ് നിർമ്മാണ രംഗത്തെ അധികാരായ NVIDIAയ്ക്കായിരുന്നു. 17% കമ്പനിയുടെ ഓഹരി വില ഇടിഞ്ഞത്. $589 ബില്യൺ നഷ്ടമാണ് കമ്പനിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരിച്ചുവരവിൻ്റെ പാതയിലാണെങ്കിലും വലിയ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ US കമ്പനികൾക്ക് ഏറെ സമയമെടുക്കുമെന്നാണ് സാമ്പത്തിക മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. NVIDIAയുടെ 2048 H800 ഗ്രാഫിക്സ് കാർഡുകളാണ് ഡീപ്സീക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. തങ്ങളുടെ ചാറ്റ്ബോട്ട് മോഡലിനെ പരിശീലിപ്പിക്കാനായി ഉപയോഗിച്ചത് വെറും $5.6 മില്യൺ. ഓപ്പൺ AI, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ AI മോഡലുകൾ നിർമ്മിക്കാനായി ചെലവിട്ടതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ഇത് വരൂ എന്നതാണ് കൗതുകകരം.